പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിനിടെ സദ്യ ഉണ്ടെന്നറിഞ്ഞ് ഉണ്ണാനെത്തിയ ഒരു യുവാവിനെ പോലീസുകാർ മർദ്ദിച്ചു എന്നൊരു പരാതി വരുന്നു. സദ്യ ഉണ്ണാനെത്തിയ ഒരു യുവാവിനെ പോലീസുകാർ മർദ്ദിച്ചു എന്നൊരു പരാതി വരുന്നു. മർദ്ദിച്ച ശേഷം ബലം പ്രയോഗിച്ച് സദ്യ കഴിക്കാൻ ഇരുത്തിയെന്നും പരിപ്പ് കറി ചോദിച്ചപ്പോൾ വീണ്ടും മർദ്ദിച്ചു എന്നുമാണ് സുമിത്ത് ആരോപിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പോലീസ് വിശദീകരിക്കുമ്പോഴും സുമിത്തിനെതിരെ മദ്യപിച്ച ബഹളം ഉണ്ടാക്കിയതിന് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഉത്രാട ദിനത്തിൽ ഒരു സദ്യ കഴിക്കണമെന്ന മോഹവുമായി പറവൂർ പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷ പരിപാടിക്കിടെ കയറി ചെന്ന ചങ്ങനാശ്ശേരിക്കാരനായ സുമിത്ത് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. ഉത്രാട ദിനത്തിലായിരുന്നു ഞാൻ പറവൂർ പോലീസ് സ്റ്റേഷന്റെ ക്യാൻറ്റീൻ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത്. ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി. ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ സാറേ സദ്യ ഉണ്ടെങ്കിൽ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്കറിയാമല്ലോ നീ ആ സ്പിരിറ്റിൽ എടുക്കത്തുള്ളൂ. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. അപ്പൊ പറഞ്ഞ ഒരു പോലീസുകാരൻ മേലോട്ട് കയറ്റി വിട്ടു തന്നെ. ഈ തിരിച്ചറിവ് എന്നെ ഉന്നതിയിലെത്തിക്കും. മേലോട്ട് കയറ്റി വിട്ട് നേരെ ആ കയറി ചെന്ന് കഴിയുമ്പം എന്താടാ അത് സാറേ വൈഫൈ ഉണ്ടോ പോലീസ് സ്റ്റേഷൻ വൈഫൈ ചോദിക്കുന്നുണ്ടോ പട്ടി? എന്നെ അകാരണമായിട്ട് ഒരു 10ഓളം പോലീസുകാർ മർദ്ദിക്കുകയായിരുന്നു ചെയ്തത്. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഞാൻ തേങ്ങ കൊടുത്തപ്പോഴേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. നമ്മൾ ഒരിക്കലും അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ. ആഗ്രഹിച്ചാ ഇങ്ങനെ കിടക്കും. ഇടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളോട് ഇരുന്ന് ഇരുന്നോന്ന് പറഞ്ഞു. ഇനി സദ്യ കഴിച്ചിട്ട് ഇനി പോയാൽ മതി എന്ന് പറഞ്ഞ് മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിടുള്ള. ഇല ഇട്ട് ചോറ് വിളമ്പി, കുറച്ച് ഒരു കറിയും വിളമ്പി, പിന്നെ ഒരു സാമ്പാറും വിളമ്പിയപ്പോഴത്തേക്കിനും ഞാൻ അറിയാതെ പരിപ്പുണ്ടോന്ന് ചോദിച്ചു പോയി. ബെസ്റ്റ്. പിന്നെ ഒരു സാമ്പാറും വിളമ്പിയപ്പോഴത്തേക്കിനും ഞാൻ അറിയാതെ പരിപ്പുണ്ടോന്ന് ചോദിച്ചു പോയ. ഇത് മർദ്ദനത്തിൽ പരിക്ക് എന്റെ ശരീരം മൊത്തം അവർ ഇടിച്ചിട്ടുണ്ട്. ഫുള്ള് പുറകിലും സൈഡിലും കുനിച്ചിരുന്ന് ഞാൻ പിന്നീട് അവിടെ ഇരുന്നു പോയി. നീ ഇത്തിരി വെള്ളം ചൂടാക്കി വെച്ചേരും. നമ്മളിന്ന് രാവിലെ ഈ വാർത്തയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കായിരുന്നു, സദ്യ കിട്ടാൻ വേറെ എവിടെയൊക്കെ പോവാ, ഈ പോലീസ് സ്റ്റേഷനിൽ പോയി എന്തിനാണ് ഈ സദ്യ കഴിക്കാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചു. എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ഇനിയിപ്പോ എന്തായാലും സുമിത്ത് പോയി സദ്യ കഴിക്കാൻ പോലീസ് സ്റ്റേഷനിലെത്തി, പരിപ്പ് കറി ചോദിച്ചു, കൊടുത്തില്ല. അതിന്റെ പേരിൽ ഇത്രയൊക്കെ സംഭവം ഉണ്ടാവുമെന്ന് സാധാരണ നമ്മൾ ചിന്തിക്കുമ്പോൾ തോന്നും. യഥാർത്ഥത്തിൽ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? സദ്യ കഴിക്കാൻ ഒരു മോഹവുമായിട്ട് അവിടെ ചെന്ന് ആ പോലീസ് സ്റ്റേഷനിൽ പെട്ടുപോയി എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം അതിന്റെ മുകളിലത്തെ നിലയിലായിരുന്നു സദ്യ ഉണ്ടെന്നൊരു പോലീസുകാരൻ അറിയിച്ചത്. നീ വന്ന നമുക്ക് കുറച്ച് കാര്യങ്ങൾ കയ്യോടെ ചെയ്യാൻ. അതിനെന്താണ് ഇന്ന് ചോറി കൊണ്ട് ആറട്ടാണ് എന്താട്ടാ. ഇയാൾ മുകളിലേക്ക് കയറി ചെന്ന സമയത്ത് നേരെ ഇയാളെ പിടിച്ച് ഇടിക്കുകയായിരുന്നു എന്നാണ്. സ്വാഭാവികം. ആ ഇടിയൊക്കെ കഴിഞ്ഞ് നീ സദ്യ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തുകയും. എന്താ നിന്റെ ശരിക്കുള്ള പ്രശ്നം? ഇല വെച്ച് സാമ്പാറും ചോറും ഒക്കെ വിളമ്പിയപ്പോൾ ഇത്തിരി പരിപ്പ് കറി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വീണ്ടും ഇടി കിട്ടി. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. ഞാൻ കുറച്ച് കഞ്ഞി മേടിച്ചിട്ട് വരാം. ആ സദ്യ കഴിക്കാൻ വന്ന ഒരാളെ പോലീസ് സദ്യ കൊടുത്തിട്ടല്ലേ വിടൂ എന്ന് അടക്കം പറയുന്നുണ്ട്. കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ്.